ജിയുടെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഗുണങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട്. CNGയിലോട്ട് മാറ്റുന്നത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടുതൽ വേണമെന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രമാണ്. 2005 തൊട്ട് ഇപ്പോൾ 2024 വരെയുള്ള വണ്ടികളിൽ നമുക്ക് അപ്രൂവലുണ്ട്. അതിൽ BS6 കാറ്റഗറി ഉണ്ട്, BS4 ഉണ്ട്, BS3 ഉണ്ട്. പെട്രോൾ കാർ എങ്ങനെ യൂസ് ചെയ്യണം അതുമാതിരി തന്നെ ആയിരിക്കും CNG യൂസ് ചെയ്യണം. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ CNGക്ക് സ്മെല്ലുണ്ടാവും. ലീക്കേജ് വരുമ്പോൾ ഇത് സീക്വൻഷ്യൽ കിറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ നിലവിൽ ന്യൂ ജനറേഷൻ വണ്ടികളിലെല്ലാം യൂസ് ചെയ്യുന്ന കിറ്റ് അതാണ്. ഓക്കെ, സീക്വൻഷ്യൽ, അത് ECM കൺട്രോൾഡ് ആണ്. ഇത് ബേസിക്കലി വരുന്ന ഇപ്പോൾ ഇതുമാതിരി ഒരു റെഡ്യൂസർ ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഫിറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ നേരത്തെ നമ്മൾ കണ്ടത് കൺവെൻഷണൽ കിറ്റാണ്. ഓക്കെ, ഇത് വരുന്നത് ഇപ്പോൾ സീക്വൻഷ്യൽ കിറ്റാണ്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാർസിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. BS6 കിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് എർട്ടിഗയുടെ ടൂറം ടാക്സി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് CNG ഫിറ്റ് ചെയ്ത ഒരു സുഹൃത്തുണ്ട്, പേര് അഭിലാഷോ? അതെ, അഭിലാഷ്. ഓക്കെ, എവിടെ എത്ര നാളെ ഫിറ്റ് ചെയ്തിട്ട്? ഞാനിവിടെ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞു. എങ്ങനെയുണ്ട് പെർഫോമൻസ്? വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമില്ല, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നതിന് മുന്നേ ചെറിയ പേടി ഉണ്ടായിരുന്നു, പെർഫോമൻസ് കുറയോ ഇല്ല എന്നൊക്കെ ഉള്ളത്. വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഓടി, അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്നതാണ്. നല്ല മൈലേജ് വ്യത്യാസം. എനിക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന പെട്രോളിൽ 11 കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏതാണ്ട് എനിക്ക് 22-25 കിട്ടുന്നുണ്ട്. നല്ല ഹാപ്പി കസ്റ്റമർ ആണ്. പിന്നെ നല്ല ഹാപ്പിയാ. ശരി, താങ്ക്സ്. അപ്പൊ നമ്മുടെ ക്രിസ്റ്റലിൽ നിന്ന് വേറെ CNG ഫിറ്റ് ചെയ്ത ഒരു കസ്റ്റമറുണ്ട്. പേരെന്താണ്? പ്രവീൺ എന്നാണ്. സോണറ്റിലാണ് ഫിറ്റ് ചെയ്തല്ലേ? അതെ. ഫിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ 1 വർഷമായി, 1 വർഷം ആവാൻ പോകുന്നു. ഓക്കെ, അപ്പോ പെട്രോള് വേരിയന്റില് മൈലേജ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ CNGയിലോട്ട് മാറിയാണ്. ലാഭകരം തന്നെയാണ്. ലാഭകരം തന്നെയാണ്. ട്രബിൾ ഷൂട്ടിംഗ് അധികം വന്നിട്ടില്ല, എല്ലാം ഓക്കെയാണ്. ഹാപ്പി കസ്റ്റമർ ആണ്. അഭിപ്രായം പറഞ്ഞ സന്തോഷം. ഓക്കെ, നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. വ്യത്യസ്തവുമാണ്, ഉപകാരപ്രദവുമാണ്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ CNG, നമ്മുടെ എല്ലാ വണ്ടികൾക്കും പെട്രോൾ വണ്ടികൾക്ക് CNG എല്ലാവരും ആക്കുന്നുണ്ട്. അപ്പം അത്തരക്കാർക്കൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് CNGയുടെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഗുണങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ക്രിസ്റ്റൽ CNG ഫിറ്റിംഗ് സെൻറ്റർ സ്ഥലത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ചാക്കയിലാണ്. തിരുവനന്തപുരം നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം പറയാനായിട്ട് നമ്മുടെ വിഷ്ണു ബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പം വിഷ്ണു ബ്രോ, നമ്മുടെ ആദ്യം കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? കറക്റ്റായിട്ട് ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ എക്സാക്ട്ലി വരുന്നത് നമ്മുടെ ചാക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കരിക്കാവ് അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് സർവീസ് റോഡിൽ തന്നെ 100 മീറ്റർ ഫ്രണ്ടിലാണ്. റോഡ് സൈഡ് തന്നെയാണ്, ബൈപ്പാസിന്റെ നേരെ സൈഡിൽ തന്നെയാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് CNG സെന്റർ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തോ അല്ല ആദ്യം CNGയുടെ കാറുകളുടെ? നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് CNG വന്നിട്ട് എനിക്ക് തോന്നുന്നു 2020 നമുക്കിവിടെ ചെയ്യുന്നത്. 2020 CNG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഇത്ര നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഒരു എത്രത്തോളം വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇത്ര നാളിനിടയ്ക്ക്? അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു 600+. 600-600-ലധികം ഹാപ്പി കസ്റ്റമർ ഉള്ള സ്ഥാപനമാണ് അല്ലേ? ഓക്കെ, അപ്പം വിഷ്ണു, നമുക്ക് എനിക്ക് 1-2 കാര്യം CNGയുടെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞിട്ടാണ്. അപ്പോൾ CNG ചെയ്താലുള്ള ഗുണം എന്താ നമ്മൾ ആദ്യം നോക്കാം. മെയിനായിട്ട് നമ്മൾ CNGയിലോട്ട് മാറ്റുന്നത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടുതൽ വേണമെന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രമാണ് CNGയിലോട്ട് മാറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മാറുന്നത് അതാണ് ഉദ്ദേശം. അതാണ്, അല്ലാതെ നമ്മൾ CNGയിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മളൊരു കാർ എടുക്കുന്നു, ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി എടുക്കുന്നു, വർഷങ്ങളോളം വീട്ടിലിട്ടേക്കുന്നു, 5 വർഷം ഓടിക്കുമ്പോഴേ ഒരു 20,000 കിലോമീറ്റർ ഓടുന്നു. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്കൊരു വണ്ടി ഹയർ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്തോ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിൽ എക്കണോമിക്കലാക്കുക, ഒരു കാറിനെ എക്കണോമിക്കലാക്കുക. അതാണ് ഞങ്ങൾ CNG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 10,000 റുപ്പീസിന് പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് CNGയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4,000 റുപ്പീസ് CNG മതി. 6,000 രൂപ ലാഭിക്കാം. 6,000 രൂപ ഒരു മാസം ലാഭിക്കാം. ഞാനിതൊരു നിസ്സാര കണക്ക് പറഞ്ഞതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും, ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരു മാസം അടിക്കുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് 30,000 വരെ പോകും. 25,000 to 30,000 റുപ്പീസിൻ്റെ പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര എക്കണോമിക്കലാണ്. കൂടുതൽ ഉപയോഗമുള്ളവർക്ക് തീർച്ചയായും ലാഭം തന്നെ, ഭയങ്കര ലാഭമാണ്. ഇതിപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ വെറുതെ വീട്ടിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് അവർ വെക്കണ്ട എന്ന് തന്നെയാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഓട്ടം കൂടുതലുണ്ട്, പെട്രോൾ കാരണം കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CNGയിൽ മാറുന്നതാണ് ലാഭകരം. അപ്പോൾ നമ്മൾ CNGയിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ CNG വെച്ചതിന് ശേഷം? എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടാൻ എന്തായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന കാർ പക്കയാണ്. പെട്രോൾ സൈഡിൽ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ അതിന് വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു വണ്ടിക്ക് CNG വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരത്തില്ല. ഒരു പ്രശ്നം 99% ഒരു ഇഷ്യൂം വരത്തില്ല. അതിലെന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, മെയിൻലി കൂടുതലും വരുന്നത് വയറിംഗ് ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്ലഗിൻ്റെ ഇഷ്യൂസ്, പിന്നെ മെക്കാനിക്കൽ സൈഡിൽ ഇപ്പോൾ ഓയിൽ ലീക്ക്, അങ്ങനെയുള്ള വണ്ടികൾ വെക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് CNG വെക്കുമ്പോൾ. ഇപ്പോൾ പെട്രോളിൽ ഒരു 10% ഇഷ്യൂ കാണിക്കുന്ന വണ്ടിയാണെങ്കിൽ CNGയിൽ വരുമ്പോൾ അത് 20% കാണിക്കും, ബൂസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഏത് വർഷം മുതലുള്ള വണ്ടിക്കാണ് വയ്ക്കാൻ സാധിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഉറപ്പായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ നിലവിൽ 2005 തൊട്ടുള്ള വണ്ടികളിലാണ് നമുക്ക് ഗവൺമെൻറ് അപ്രൂവൽ ഉള്ളത്. 2005 തൊട്ട് ഇപ്പോൾ 2024 വരെയുള്ള വണ്ടികളിൽ നമുക്ക് അപ്രൂവൽ ഉണ്ട്. അതിൽ BS6 കാറ്റഗറി ഉണ്ട്, BS4 ഉണ്ട്, BS3 ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറിയിൽ പറ്റുന്ന വണ്ടികൾ നമുക്ക് വെക്കാൻ പറ്റും. അടുത്ത ചോദ്യം, നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തു, CNG വണ്ടിയെല്ലാം എടുത്ത്, പെട്രോൾ വണ്ടിയാണ്, കുറച്ച് ദിവസം ഓടിച്ചു, അപ്പോൾ അണ്ടർ വാറണ്ടിയിലാണ്, കമ്പനിയുടെ വാറണ്ടിയിലാണ് വണ്ടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാറണ്ടി ഇപ്പോൾ CNG നമ്മൾ അഡീഷണൽ ചെയ്യുമ്പോൾ വാറണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഇപ്പോൾ വാറണ്ടി ലോസ് ആവുന്നത് കൂടുതലും നമ്മൾ മെക്കാനിക്കലി എന്തെങ്കിലും ആഡ് ഓൺസ് ചെയ്യുമ്പോഴാണ് വാറണ്ടി ലോസ് വരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ അറൗണ്ട് 600 വെഹിക്കിൾസ് ചെയ്തു. നമ്മൾ ഈ ഫിറ്റ് ചെയ്ത വണ്ടികളിലൊന്നും ഇതുവരെ നിലവിൽ വാറണ്ടി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. വാറണ്ടി ഇപ്പോൾ ക്ലെയിം ഉള്ളടത്ത് ക്ലെയിം കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട, വാറണ്ടി ഇഷ്യൂ വരുന്നില്ല. ഇനി അടുത്ത് ഭയങ്കരമായിട്ട് വാർത്ത വരുന്നുണ്ട്, CNG വണ്ടികൾ കത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത ഉണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യണോ? അതിന്റെ എന്തുകൊണ്ടായിരിക്കും സാധ്യതയുള്ളത്? CNG മാത്രമായിട്ട് ഒരു വണ്ടി അങ്ങനെ കത്തിപ്പിടിക്കത്തില്ല. ഓക്കെ, അതിനെന്തെങ്കിലും ഒരു അഡിക്റ്റീവ്സ് കാണും. കാര്യം ഇത് എന്താ പറഞ്ഞാൽ CNG കത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിമബിൾ റേഷ്യോ എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ 5% to 50%. ഇതിനകത്ത് CNG ഏതുമായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ CNG കത്തുള്ളൂ. എന്ന് വെച്ചാൽ CNGയുടെ അളവ് കുറവായാലും ഒരുപാട് കൂടുതലായാലും CNG കത്തൂല. ഒരു നിശ്ചിത അളവുണ്ട്. അതിന്റെ ഫ്ലെയിമബിൾ റേഷ്യോ എന്ന് പറയും 5% to 15%. ഇതിനകത്ത് എയർ ഫ്യൂൽ മിക്സിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓപ്പൺ എയറിലായാലും ശരി 5%-നും 15%-നും ഇടയിലുള്ള ഒരു ഫിഗർ CNG മിക്സ് ആയാൽ മാത്രമേ കത്തുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന വളരെ ചുരുക്കമാണ്. ഓക്കെ, അപ്പോൾ സേഫ് ആവും. അതുപോലെ നമ്മുടെ CNG നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ലീക്ക് ഇഷ്യൂ നമുക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഈ ലീക്കിന്റെ ഇഷ്യൂ വരാൻ സാധ്യത? ലീക്ക് അങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഇഷ്യൂ വരത്തില്ല. അത് കറക്റ്റ് സ്റ്റാൻഡേർഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഇഷ്യൂ വരത്തില്ല. അപ്പോൾ നമുക്ക് അഥവാ ഇൻ കേസ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ CNG ലീക്ക് ആയി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നോർമലി ആസ് എ കസ്റ്റമർ, നിങ്ങൾക്കല്ല, ഒരു കസ്റ്റമർ രീതിയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പണ്ട് LPG ആണെങ്കിൽ നമുക്ക് വണ്ടി ഓടുമ്പോഴത്തേക്കും നമുക്ക് അത് സ്മെല്ലടിക്കും. LPGയുടെ സ്മെല്ല് വണ്ടിക്കകത്തുണ്ടാവും. പക്ഷേ CNGയെ സംബന്ധിച്ചോളം സ്മെല്ലൊന്നൊരു പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ പെട്രോൾ കാർ എങ്ങനെ യൂസ് ചെയ്യണം അതുമാതിരി തന്നെ ആയിരിക്കും CNG യൂസ് ചെയ്യണം. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ CNGക്ക് സ്മെല്ലുണ്ടാവും. ലീക്കേജ് വരുമ്പോൾ സ്മെല്ലുണ്ടാവും. ലീക്കേജ് വരുന്നെങ്കിൽ മാത്രം സ്മെല്ലുണ്ടാവും, അല്ലെങ്കിൽ സ്മെല്ല് വരത്തില്ല. അറിയാൻ സാധിക്കും, ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും. ലീക്കേജ് ഉണ്ടെന്നാണ്. അപ്പോൾ വിഷ്ണു, അടുത്ത നമ്മുടെ ഇതിന്റെ എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടിക്ക് ഇപ്പം നമ്മളിത് CNG ആക്കി കഴിഞ്ഞാൽ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിന്റെ ലാഭകരം എങ്ങനെയായിരിക്കും? അതിൽ മൈലേജിന്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും എങ്ങനെ ലാഭം നോക്കുന്നുണ്ടാകും? അപ്പോൾ നമുക്ക് CNGയിൽ വരുന്ന ലാഭം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്രോളിനകത്ത് 1 ലിറ്റർ പെട്രോളിന് 107 രൂപ സംതിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു കാർ 107 രൂപ അല്ലെങ്കിൽ 108 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോഴാണ് നമുക്ക് ഈ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. CNGയെ സംബന്ധിച്ചോളം ഇപ്പോൾ CNGയുടെ പ്രൈസ് നമുക്ക് ട്രിവാൻഡ്രത്ത് വരുന്ന പ്രൈസ് 85 രൂപ 50 പൈസയാണ്. ഈ 85 രൂപ 50 പൈസയുടെ ഫ്യൂവലിൽ അത് കിലോയാണ്, 1 കിലോയുടെ പ്രൈസാണ്. CNG എപ്പോഴും കിലോയിലാണ്. ഇതിന് നമുക്ക് നമ്മുടെ CNG കാറിന് 10 കിട്ടുന്ന വണ്ടിക്ക് 18 to 20 വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും, മാക്സിമം 20 കിലോമീറ്റർ വരെ. ഇത് രണ്ട് കണ്ടീഷനാണ്. ലൈക്ക് അത് നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ട് മൈലേജ് വ്യത്യാസം വരും. ഇപ്പം ഞാൻ ഈ പറയുന്നത് സിറ്റി ഡ്രൈവർ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സിറ്റിക്കകത്ത് മാക്സിമം 18 കിലോമീറ്റർ വരെ കിട്ടും. ഓക്കെ, അത് നമ്മൾ ഗ്യാരണ്ടി പറയും. അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ വരെ പോയ ആൾക്കാരുണ്ട്. 850 രൂപയ്ക്ക് നമുക്ക് തൃശ്ശൂർ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭം. തീർച്ചയായിട്ടും പെട്രോളാണെങ്കിൽ ഭയങ്കര ഉണ്ടാവും. അപ്പം വിഷ്ണുപുരം നമ്മുടെ ഈ കാണുന്നത് ഇതാണ് എൻ്റെ കിറ്റുകൾ അല്ലേ? അതെ, അപ്പോൾ 2 തരം കിറ്റുകൾ വരുന്നുണ്ടോ അല്ലേ? അതൊന്ന് വിശദമാക്കാമോ, എങ്ങനെയാണ് ഇതിൻ്റെ ഏതൊക്കെ തരം നോക്കാം? നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വണ്ടികൾ ചെയ്യുന്ന കിറ്റാണ്. ഓക്കെ, ECM കൺട്രോൾഡ് ആണ്.
നമുക്ക് വണ്ടിയുടെ അഡിക്വേറ്റ് ഫ്യൂല് എന്താ പറയുക ആക്സിലറേഷൻ അനുസരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ MPFA എന്ന് പറയുന്നത് അതേ സെയിം ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന കിറ്റുകളാണ്. ആക്സിലറേഷൻ കൊടുക്കുന്നതനുസരിച്ച് മാത്രം പുറത്ത് വരുന്ന ടൈപ്പ് കിറ്റാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ആ തരമാണോ? ഇതിപ്പോ ആക്ച്വലി ഇതെല്ലാം BS4 കിറ്റ്സ് ആണ്. ഇപ്പൊ ഇതിരിക്കുന്ന BS6ന്റെ കിറ്റാണ്. ഇപ്പോൾ എന്താ പറയുക എമിഷൻ നോംസ് അനുസരിച്ച് കിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്റെ സംശയം ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ കിറ്റിനും വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്നതിന് 2 years ആണ് വാറണ്ടി. 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടി ഉണ്ട്. 1 year സർവീസ് വാറണ്ടി ഉണ്ട്. ടോട്ടൽ 3 years ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിനും ഇതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് കിറ്റ് അപ്ഗ്രേഡ് മീൻസ് ഇപ്പോൾ സ്റ്റാഗിൽ തന്നെ നമുക്ക് വേറെ 5 വർഷം വാറണ്ടിയുള്ള കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പ്രൈസും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് എത്ര വരെ പോകുന്നുണ്ട് കിറ്റുകളുടെ പ്രൈസ്? കിറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞില്ലേ 36,000 തൊട്ട് 1,25,000 വരെ ഉണ്ട്. കിറ്റ് റേഞ്ച് ഉണ്ട്. അത് ഓരോ എഞ്ചിൻ അനുസരിച്ച് നമുക്ക് ഡിഫറൻസ് വരും. അപ്പോൾ ഇന്ന വേണ്ടി ഇത് വെക്കാൻ പറ്റുള്ളൂ ഇതുണ്ടല്ലേ? ഓഫ് കോഴ്സ് അങ്ങനെയുണ്ട്. എന്നാൽ അതിന്റെ പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അതെ, നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാഗും നമ്മൾ ഒരു വണ്ടിയിൽ വെക്കേണ്ട കിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെക്കേണ്ട ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. അത് ഉറപ്പായിട്ട് അത് വെക്കേണ്ട കിറ്റ് തന്നെ വെക്കുക. പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതാണ് നമ്മുടെ കിറ്റിനകത്ത് വരുന്നല്ലേ? മിജോ എന്ന് പറഞ്ഞ കിറ്റിനകത്ത് വരുന്ന നോർമലി നമുക്കിപ്പോൾ എന്താ ഈ 36,000 ഇപ്പോൾ ലോയാട്ടോ ഉണ്ട്, മിജോ ഉണ്ട്, മോട്ടോർസിൻ ഉണ്ട്, ഒത്തിരി കമ്പനീസ് ഉണ്ട്. ഇത് ബേസിക്കലി വരുന്ന ഇപ്പോൾ ഇതുമാതിരി ഒരു റെഡ്യൂസർ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടാവും. പിന്നെ ഇതിലൊരു ഫില്ലിംഗ് വാൾവ് ഉണ്ടാവും. നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ടൊരു പോയിന്റ് ഉണ്ടാവും. പിന്നെ ബാക്കിൽ ടാങ്ക് വെക്കും. പിന്നെ ടാങ്കിൽ നിന്ന് നമുക്ക് ഗ്യാസ് ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് പൈപ്പ് ഉണ്ടാവും. ഇതാണ് പൊതുവെ കിറ്റ്. ഇതാണ് സിമ്പിൾ കിറ്റാണ്. നോർമൽ മാനുവൽ കിറ്റ് ഇതാണ്. നമുക്ക് ഒരു CNG നമ്മളൊരു വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യുന്ന എത്ര സമയം എടുക്കുക നമുക്ക് നോർമലി? നമുക്ക് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് 4 to 5 hours മാക്സിമം. 5 മണിക്കൂർ മാക്സിമം ആണ്. നമ്മൾ അടുത്ത് സ്റ്റാഗിനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മിജോയെക്കാളും ഇതിന് പ്രൈസ് വരുന്നത് 52,000. നേരത്തെ നമ്മൾ കണ്ടത് കൺവെൻഷണൽ കിറ്റാണ്. ഓക്കെ, ഇത് വരുന്നത് സീക്വൻഷ്യൽ കിറ്റാണ്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാർസിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇത് മെയ്ഡ് ഇൻ പോളണ്ട് ആണല്ലേ? സ്റ്റാഗ് എന്ന് പറയുന്നത് പോളണ്ട് ബ്രാൻഡാണ്. പക്ഷേ ഈ കിറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ അനുസരിച്ച് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് CNG നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. നല്ല പെർഫോമൻസ് കിട്ടും. നമ്മളിപ്പം നമ്മുടെ എർട്ടിക ടൂറിൽ നമ്മുടെ CNG കിറ്റ് ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ എങ്ങനെയാണ് ഫിറ്റിംഗ്സ് ഒന്ന് നോക്കാം. ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? മറ്റേ മിജോയുടെ BS6 കിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് എർട്ടികയുടെ ടൂറും ടാക്സി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഇതിന് നമുക്ക് കമ്പനി ഫിറ്റിംഗ് CNG ഉണ്ട്, അല്ല നോർമൽ പെട്രോൾ വണ്ടിയുണ്ട്. നമ്മൾ പെട്രോൾ വണ്ടി CNG ആക്കുക ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു റെഡ്യൂസർ ഉണ്ട്. ഇവിടെ ഒരു റെഡ്യൂസർ വരും. റെഡ്യൂസർ ഉണ്ട്. അത് ഇതുവഴി നമുക്ക് അകത്തോട്ട് ഒരു റെയിൽ ഉണ്ടാവും. ഒരു ഇൻജക്ടർ റെയിലും സാധനമുണ്ട്. ഓക്കെ, ബാക്കി ഫുൾ വയറിംഗ് കിറ്റാണ്. ഈ പറയുന്ന മാതിരി ഇതെല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുള്ളി എംബഡഡ് ആയിട്ട് നമ്മൾ ചില വീഡിയോകൾ നമ്മൾ കണ്ടുള്ളത് നിറഞ്ഞിരിക്കുന്ന പുറത്ത് കാണാം. അതെ, ഇത് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ഫുള്ളി ഹൈഡഡ് ആണ്. നമുക്ക് പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് CNG ഫിറ്റ് ചെയ്തെന്ന് അറിയാൻ പറ്റുന്നത്. ഇത് ഈ ഒരു പാട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ CNG ഫിറ്റ് ചെയ്തിട്ടുള്ളത് കാര്യം. ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പൈപ്പൊക്കെ നമ്മൾ സ്ലീവ് ചെയ്താണ് ചെയ്യുന്നല്ലേ? ഫുള്ളി സ്ലീവ്ഡ് ആണ്. അഡീഷണൽ സ്ലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, എപ്പോഴും വണ്ടി നീറ്റായിരിക്കണ്ടേ? എഞ്ചിനും തുറക്കുമ്പോൾ വൃത്തിയായിരിക്കണം. അപ്പൊ നമ്മള് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. പിന്നെ എന്താ പറയുക, മെയിൻ ആയിട്ട് നമ്മുടെ ഇതിന്റെ ഒരു ECM ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. എല്ലാം ഫുള്ളി അകത്തായി കിടക്കണേ. അവിടെ ഒരു ECM ഉണ്ട്. പിന്നെ അകത്തൊരു നമ്മള് നേരത്തെ കണ്ട അത്രയും സാധനങ്ങൾ ഇതിനകത്ത് അവിടെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഉണ്ട്. ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അവിടെ കാണും നമ്മുടെ അതെന്താ പറയുക, നമ്മളെ ഇതിനൊരു റെഡ്യൂസർ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാം അകത്ത് അവിടെയൊക്കെ ഉണ്ട്. നമ്മള് സെയിം ഫ്യൂവൽ ഗേജിന്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. കമ്പനി ഫിറ്റിംഗ് വരുന്ന മാതിരി സെയിം അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വണ്ടി ഒരേ സ്ഥലത്ത് തുറന്നാൽ മതി ഫ്യൂവൽ ഫിൽ ചെയ്യാനായിട്ട്. അതെ, ഇതാണ് നമ്മുടെ ടാങ്ക്. നമ്മുടെ ടാങ്കിന് ഏകദേശം 60 കിലോ വെയിറ്റ് വരും. 60 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് സിംഗിൾ മോൾഡാണ്. ഇതിനൊരു ജോയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ മോൾഡാണ്. നമ്മളിവിടെ കൂടുതലും ഇപ്പോൾ ടാങ്ക് ബ്ലാസ്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ എന്താ പറയുക ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. ഇത് സംഭവം നമ്മള് മാൽ പ്രാക്ടീസസ് ചെയ്യുമ്പോഴാണ് ഈ ബ്ലാസ്റ്റ് വരുന്നത്. ഇത് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്യുക, വെൽഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ബ്ലാസ്റ്റ് വരിക. ഇതിപ്പോ സിംഗിൾ മോൾഡ് ടാങ്കാണല്ലേ? വേറെ ജോയിന്റ് കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഒരു ജോയിന്റ് കാണത്തില്ല. ശരിയാണ്. ഇവിടെയാണ് ഇത് നമ്മുടെ ടാങ്ക് വാൾവാണ്. നമുക്ക് ഇതിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്.
അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് അകത്തോട്ടും പോകത്തില്ല, പുറത്തോട്ടും പോകത്തില്ല. ഇനി അത് നമുക്ക് ഫില്ല് ചെയ്യാനും പറ്റത്തില്ല, പോലും ഫില്ല് പറ്റത്തില്ല, എഞ്ചിനിലോട്ട് പോകത്തില്ല, ടോട്ടലി ക്ലോസ് ചെയ്യും. ടോട്ടലി ക്ലോസ് ചെയ്യും. അപ്പോൾ വിഷ്ണു, നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, CNGയുടെ സംശയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഫിനാൻസ്? ഇപ്പൊ നിലവിൽ ഫിനാൻസ് കൊടുക്കുന്നത് നമുക്ക് ബജാജിന്റെ ഫിനാൻസ് ഉണ്ട്. ബജാജ് മറ്റേ നമ്മുടെ EMI കാർഡ് ഉള്ളവർക്ക് അതുവഴി ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഏത് ബാങ്കിന്റെ ആയാലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്രെഡിറ്റ് കാർഡ് EMI ആക്കാം. അത് 24 months വരെ കിട്ടും. പിന്നെ നിലവിൽ നമുക്ക് എന്താ ലോൺ ഉള്ള കസ്റ്റമേഴ്സിന്, ഇപ്പോൾ കാറുണ്ട്, കാറിന് ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴിയും ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് പുതിയ വണ്ടി ലോൺ ഓൾറെഡി പോകുന്നുണ്ട്, അതിലൂടെ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആ EMI അടച്ചു പോയാൽ മതി, അഡീഷണൽ പേയ്മെന്റ് ആവശ്യം വരുന്നില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത് പോയിട്ട് വേറെ ബ്രാഞ്ചസ് എന്തെങ്കിലും വരുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ നിലവിൽ ഇവിടെ വെൺപാലവട്ടം, തക്കലുണ്ട്, തമിഴ്നാടുണ്ട്. ഇപ്പൊ അപ്കമിങ് നമുക്ക് കൊല്ലത്തോടനെ കോട്ടയത്ത് വരണം വരുന്നത്. നമ്മൾ കാണിച്ച ബ്രാഞ്ച് ട്രിവാൻഡ്രം, ഇത് ട്രിവാൻഡ്രം ലുലുമാളിന്റെ അടുത്തുള്ള ബ്രാഞ്ചാണ്. നമ്മുടെ ബൈപ്പാസിന് സൈഡിൽ തന്നെയാണ്. ഓക്കെ. നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണി. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കിറ്റിന്റെയും സർവീസ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഇത് പോയിട്ട് കാറ് പോയിട്ട് ഓട്ടോറിക്ഷ എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? ഓട്ടോറിക്ഷ ചെയ്യുന്നുണ്ട്. ഓട്ടോറിക്ഷ ചെയ്ത് കഴിഞ്ഞു. വേണ്ടത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 200-300 വണ്ടിയോളം ഓട്ടോറിക്ഷ ചെയ്തു. ചെയ്യുന്നുണ്ട്. അടുത്ത ഹെവിയിലോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതിന്റെ കാര്യത്തിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് അവരുടെ നമ്പർ സ്ക്രീനിലും കാണിക്കുക, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വിഷ്ണുവിടെ പരിചയപ്പെട്ട സന്തോഷം. ശരി. അപ്പം ഇനി എന്തെങ്കിലും പുതിയ സംരംഭമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ. ശരി. അതാ.